പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ തലക്കെട്ടിന് ശേഷം വാർത്തകളിൽ കിടക്കുമ്പോൾ ഇന്നത്തെ വലിയ വാർത്ത എന്ന് പറയുന്നത് ഇന്ന് നിയമസഭയുടെ സമ്മേളനത്തിന്, അതായത് 15ാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമാകുന്ന ദിവസം കൂടിയാണ്. ഈ വിഷയം, ഒരുപാട് വിഷയങ്ങൾ സഭയിൽ ചർച്ചയ്ക്കെടുക്കാനായി ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ വലിയൊരു ഭേദഗതി ബില്ല് വരുന്നുണ്ട്. മന്ത്രിസഭ അംഗീകാരം നൽകിയ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി വരുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പം ഈ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പോലീസിന്റെ 3ാം മുറി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഒക്കെയും ഈ സഭയിൽ ഈ ഘട്ടത്തിൽ വരും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒത്തിരി വിഷയങ്ങളൊക്കെ ചർച്ചയിൽ നിൽക്കുകയാണ്, സമൂഹത്തിൽ ചർച്ചയിൽ നിൽക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ വരുന്നതിനപ്പുറം ഇന്ന് സഭയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വരുമോ എന്നുള്ളതിലാണ് ഉദ്വേഗം നിലനിൽക്കുന്നത്. രാഹുൽ എത്തുകയാണെങ്കിൽ തന്നെ പ്രത്യേക ഒരു ബ്ലോക്കായി ഏറ്റവും പിന്നിലായി ഇരിക്കേണ്ടി വരും. അതേസമയം സഭയിൽ രാഹുൽ വരണമോ എന്നതിൽ A ഗ്രൂപ്പിൽ ഭിന്ന അഭിപ്രായമാണ്. മാറി നിൽക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. സഭയിലേക്ക് വരരുത് എന്ന് ആരും രാഹുലിനെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നാണ് സൂചന. അപ്പോൾ എന്തും സംഭവിക്കാൻ എന്നുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണയും അടൂരിലെ രാഹുലിന്റെ വീട്ടിൽ നിന്ന് ശ്രീരാജ് ബാബുവും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം PR പ്രവീണയിലേക്ക് പോകാം. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഈ സഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നു എന്നതിനപ്പുറം ഏറ്റവും ഉദ്വേഗം നിലനിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതിലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുലിന് വേണ്ടി പോരടിച്ചിരുന്ന, രാഹുലിന് വേണ്ടി ചലിപ്പിച്ചിരുന്ന ഈ സൈബർ ഹാൻഡിലുകളൊക്കെ ഇന്നലെ ആ പണിയൊക്കെ നിർത്തിവെച്ചിരുന്നു. രാഹുലിനെതിരെയൊക്കെ സംസാരിച്ചു തുടങ്ങി. അല്ലെങ്കിൽ രാഹുൽ സത്യം തെളിയിക്കേണ്ട, നിരപരാധിയാണ് തെളിയിക്കേണ്ട ആ രീതിയിലേക്കൊക്കെ അവരുടെ ഒരു ഈ സ്വഭാവം തന്നെ മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് അവസാനമായി നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം? രാഹുൽ സഭയിലേക്ക് എത്താനുള്ള സാധ്യത തീരെയും തള്ളിക്കളയാനാകില്ല. അതായത് വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം രാഹുൽ തിരികെ ഒരു റീ എൻട്രി ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ സാഹചര്യത്തിൽ ആൾക്ക് വരാൻ പറ്റിയ MLA എന്നുള്ള തരത്തിൽ ആൾക്ക് വരാൻ പറ്റിയ ഏറ്റവും പറ്റിയ ഇടവും സുരക്ഷിതമായ ഇടവും നിയമസഭ കൂടിയാണ്. ആ നിയമസഭയിലേക്ക് എത്തിയാൽ തുടക്കത്തിലെ ചില കല്ലുകടികളൊക്കെ ഉണ്ടായിരിക്കാം, പാർട്ടിയിൽ മുറുമുറുപ്പുണ്ടാകാം, പുറത്തൊക്കെ പ്രതിഷേധങ്ങളും വലിയ വാർത്തകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ എന്നതിനപ്പുറം ഒരു MLA എന്നുള്ള നിലയിൽ എല്ലാ പ്രിവിലേജുകളോടും കൂടി എല്ലാ സുരക്ഷിതമായ ഒരു സ്ഥാനത്തൊക്കെ എത്തുന്ന ഒരു പ്രതീതി കൂടിയായിരിക്കും. അപ്പോൾ റീ എൻട്രി എന്തായാലും ആഗ്രഹിക്കുന്ന രാഹുൽ, അതായത് നിലവിൽ വേറെങ്ങും ഇറങ്ങാതെ വീട്ടിലാണ് സ്ഥിരമായി കഴിയുന്നത്, അത് പോരാ എന്നുള്ളതാണ് A ഗ്രൂപ്പിലെ തന്നെ അഭിപ്രായം. അപ്പോൾ സ്വാഭാവികമായും രാഹുലിന് അത്തരത്തിൽ ഒരു പുനഃപ്രവേശനം എന്ന തരത്തിലേക്ക് പറയാൻ പറ്റിയ ഒരിടം സഭയാണ്. അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത തീരെ തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായാലും അത് കയ്യാങ്കളിയിലേക്കൊന്നും പോകാനുള്ള സാധ്യതകളില്ല. കാരണം കഴിഞ്ഞ ദിവസം സ്പീക്കർ തന്നെ വ്യക്തമാക്കിയതാണ്, MLA എന്നുള്ള തരത്തിലുള്ള എല്ലാ പ്രിവിലേജുകളോടും കൂടി എത്തുമ്പോൾ വാച്ച് ആൻഡ് വാർഡ് ഉണ്ടാകും. അപ്പോൾ സുരക്ഷയൊക്കെ അതിനകത്തുണ്ടാകും. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞുള്ള പ്രതിഷേധം വന്നാൽ ഒരു പക്ഷേ UDFന്റെ MLA അത് നോക്കിയിരിക്കാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് രാഹുൽ സഭയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് വേണം, അല്ലെങ്കിൽ ആ സാധ്യത നിലനിർത്തിക്കൊണ്ട് വേണം ഇനിയുള്ള മണിക്കൂറുകൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ വരണം എന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട് A ഗ്രൂപ്പിൽ തന്നെ. യുവ നേതാക്കൾക്കടക്കം രാഹുൽ തിരികെ വന്നോട്ടെ, അദ്ദേഹം MLA കൂടിയല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കേണ്ടതില്ലേ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. രാഹുൽ സഭയിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. അതിന് കാരണം അദ്ദേഹമായി പറയുന്നത്, അതും അദ്ദേഹത്തെ യോജിക്കുന്നവരും പറയുന്നത്, ഭരണപക്ഷത്തിനെതിരെ വലിയ ആയുധങ്ങളുമായി, അത് കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള വലിയ വിഷയങ്ങളുമായി പോരടിക്കാൻ എത്തുമ്പോൾ രാഹുൽ സഭയിലെത്തുകയും വിഷയം രാഹുലിലേക്ക് തിരികുകയും ചെയ്താൽ സകലവിധ ഫോക്കസും നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് എത്തും. പലപ്പോഴും പ്രതിപക്ഷത്തിന് മറുപടി പറയാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ആവശ്യമെങ്കിലും മറുവിഭാഗം അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്, അയാൾ സഭയിലേക്ക് എത്തണമോ വേണ്ടയോ എന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം തീരുമാനമാണ്, സ്വാതന്ത്ര്യമാണ്. അതിലെന്തിന് ഇടപെടണം എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ സഭയിലേക്ക് എത്താൻ, പ്രത്യേകിച്ച് ഇന്ന് അന്തിമോപചാരം അർപ്പിച്ച് പിരിയുന്ന ഒരു ദിവസമാണ്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് എത്തിയ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്കൊന്നും വലിയ സാധ്യതയും കാണുന്നില്ല. അപ്പോൾ അത്തരം ഒരു അവസരം മുതലെടുക്കാനുള്ള സാഹചര്യം രാഹുലിന് മുന്നിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ പ്രവീണ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരിലെ വീട്ടിന് മുന്നിൽ നിന്ന് ശ്രീരാജ് ബാബു നമുക്കൊപ്പം ഉണ്ട്. ശ്രീരാജ, ഇപ്പം രാഹുൽ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല, വരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നത്? വരുമോ?
സേതു, നമ്മളിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ അടൂരിലെ നെല്ലിമുകളിലുള്ള വീട്ടിലാണുള്ളത്. പക്ഷേ ഈ വീട്ടിൽ രാഹുൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. രാഹുലിൻ്റെ 2 വാഹനങ്ങളും 2 കിയ കാറുകളും ഈ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ മറ്റേതെങ്കിലും വാഹനത്തിൽ രാഹുൽ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. രാഹുൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിരാവിലെ തന്നെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടാകാം. എന്തായാലും രാഹുൽ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. നമ്മൾ വീട്ടിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ രാഹുലിനെ വിളിച്ചിട്ടും ഏതെങ്കിലും തരത്തിലുള്ള മറുപടിയോ സംസാരിക്കാനോ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. വീടിൻ്റെ എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുകയാണ്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും ഒരു കൃത്യമായിട്ടൊരു വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കഴിഞ്ഞ ദിവസങ്ങൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? ഏതെങ്കിലും നേതാക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല സേതു, അങ്ങനെ നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തകരൊന്നും തന്നെ വീട്ടിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളൊന്നും തന്നെ നിലവിൽ ഈ വീട്ടിലില്ല. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കളൊന്നും തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്നില്ല. പഴകുളം ശിവദാസൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ മുൻപുള്ള ദിവസങ്ങളിലെല്ലാം രാഹുലിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അവരാരും തന്നെ ഇന്ന് ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. വീട്ടിലും മറ്റാരെങ്കിലും ഉള്ളതായിട്ടും മനസ്സിലാകുന്നില്ല. അത്തരത്തിൽ രാഹുൽ ഈ വീട്ടിലുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊരു വ്യക്തത ഇതുവരെയും നമുക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്തായാലും രാഹുലിന് അങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിലെത്താതെ പോകണമെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ മറ്റൊരു വാഹനത്തിൽ അതിരാവിലെ തന്നെ പോയിട്ടുണ്ടാകാം. എന്തായാലും നിലവിൽ രാഹുൽ ഈ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. സേതു. ഓക്കെ ശ്രീരാജ്, ശരി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വന്നിട്ടില്ല. നമുക്ക് പ്രവീണ തുടരുന്നുണ്ട്. പ്രവീണ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റിവെച്ചാൽ ഇപ്പോൾ സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന രീതി, അല്ലെങ്കിൽ സഭയിൽ ചർച്ചയ്ക്ക് വരുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മന്ത്രിസഭ കഴിഞ്ഞ ദിവസം പാസ്സാക്കിയ ബില്ല് ഉൾപ്പെടെ നിർണായകമായ ബില്ലുകൾ വരുന്നുണ്ട്, ഈ സഭയുടെ പരിഗണനയ്ക്കായി വരുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലും നിരവധി വിഷയങ്ങളുണ്ട്. പോലീസിൻ്റെ 3-ാം മുറ അടക്കം, പ്രത്യേകിച്ച് കുന്നംകുളത്ത് നിന്ന് തുടങ്ങി പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേട്ട് വന്നത്, അതും UDF-ന്റെ നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ KSUവിൻ്റെ മുൻ നേതാക്കൾ മാത്രമല്ല, SFIയുടെ മുൻ നേതാക്കളും DYFIയുടെ മുൻ നേതാക്കളും പോലും തങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ നേരിട്ടിരുന്ന ക്രൂരതകളെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെയും അല്ലാതെയൊക്കെ തുറന്നു പറച്ചിലൊക്കെ നടത്തിയൊരു സാഹചര്യമാണ്. ഇതുവരെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ഉള്ള മുഖ്യമന്ത്രിയും ഇതുവരെ ഈ വിഷയത്തിൽ മൗനം വെടിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രക്ഷോഭ കാലത്തിന് കൂടിയാണ് ഇന്നത്തെ സഭാ സമ്മേളനം തുടക്കമാകുന്നത്, അല്ലേ? ഇന്നെന്തായാലും സഭയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അന്തിമോപചാരം അർപ്പിച്ച് പിരിയുന്ന കാര്യം മാത്രമാണ് ഇന്നുള്ളത്. നാളെ മുതൽ, ചൊവ്വാഴ്ച മുതലുള്ള സഭാ സമ്മേളനം എന്തായാലും പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിഷയങ്ങൾ ഒരുപാടുണ്ട് പ്രതിപക്ഷത്തിന്. അത് കസ്റ്റഡി മർദ്ദനങ്ങളടക്കം, KSU പ്രവർത്തകരെ മുഖം മൂടി അണിയിച്ച് കോടതിയിലെത്തിച്ച സംഭവം, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, VC-മാരില്ലാത്ത സർവകലാശാലകൾ, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ വീഴ്ചകൾ, അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ പടരുന്ന അവസ്ഥയിൽ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യം, അങ്ങനെ GSTയിലെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ, ഒരുപിടി വിഷയങ്ങളുമായാണ് സഭയിലേക്ക് പ്രതിപക്ഷം എത്തുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആയുധങ്ങൾക്ക് മൂർച്ച കുറയ്ക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ വിഷയം എടുത്തിട്ടാകും. അതുപോലെ തന്നെ വയനാട്ടിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിലെ പ്രതിസന്ധി, അത് വലിയൊരു വിഷയമായി തിരിച്ചടിച്ചാൽ എന്ത് മറുപടി പറയും പ്രതിപക്ഷം എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ സഭാതലം പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. അടിയന്തര പ്രമേയമായും ചോദ്യോത്തരമായും കഴിയുന്ന ഇടങ്ങളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് കൂടിയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ആലോചിക്കുന്നത്. ഓക്കെ, PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ശ്രീരാജ് ബാബുവുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു തീരുമാനമൊന്നും പറയാറായിട്ടില്ല. രാഹുൽ അവിടെ വീട്ടിലുണ്ടോ എന്ന കാര്യത്തിൽ പോലും വലിയ വ്യക്തതയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം